പെരിയാർ ഉൾപ്പെടെയുള്ള നദികളിൽ മത്സ്യസമ്പത്ത് കുറയുന്നത് പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രതിഫലനമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. കീടനാശിനിയുടെ അമിതമായ ഉപയോഗവും ജലസ്രോതസ്സുകൾ മലിനമാകുന്നതുമാണ് മത്സ്യസമ്പത്ത് കുറയാൻ പ്രധാന കാരണം. ഇതിന് പരിഹാരം കാണാൻ അടിയന്തര ഇടപെടലുകൾ ആവശ്യമാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. മുൻപ് പുഴകളിലും തോടുകളിലും സമൃദ്ധമായി കണ്ടിരുന്ന പല ചെറു മത്സ്യങ്ങളും ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. പരൽ, വാഴയ്ക്കാവരയൻ, കല്ലേമുട്ടി, ചില്ലാൻകൂരി തുടങ്ങിയ മത്സ്യങ്ങൾ ഇപ്പോൾ അപൂർവമാണ്. ഇടുക്കിയുടെ മലയോര കാർഷിക മേഖലയിലെ അമിതമായ കീടനാശിനി പ്രയോഗമാണ് ഇതിന് പ്രധാന കാരണമായി പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ തോടുകളടക്കം മാലിന്യവാഹിനികളായി മാറിക്കഴിഞ്ഞു. ഇതിന് തടയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ വലിയ പാരിസ്ഥിതിക ആഘാതത്തിന് വഴിയൊരുക്കും. ജൈവ സമ്പത്തുകളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ നമുക്ക് സർക്കാർ ജൈവ വൈവിധ്യ ബോർഡ് എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ഇടപെടലുകൾ ശക്തമായി തന്നെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കിനി പഴയ രീതിയിലുള്ള തനത് ജൈവ സമ്പത്തായ മീനുകളെ നിലനിർത്താൻ, ശേഷിക്കുന്ന മീനുകളെങ്കിലും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ചെറു മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതിനൊപ്പം തവള അടക്കമുള്ള മറ്റു ജീവജാലങ്ങൾക്കും മലിനീകരണം വലിയ തിരിച്ചടിയാണ്. ജൈവ വൈവിധ്യത്തിന്റെ പ്രധാന ഘടകങ്ങളായ ഇവയെ സംരക്ഷിക്കുന്നതിന് പ്രാദേശിക ഭരണകൂടങ്ങൾ ഉൾപ്പെടെ അടിയന്തരമായി ഇടപെടണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. അമൃത ന്യൂസ്, ഇടുക്കി.